മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം തലക്കെട്ടുകൾ അതൊക്കെയാണ്. അഞ്ജന, ആമിന, ലിനീഷ് ബാബു, ജിജു ഡാനിയേൽ, മുഹമ്മദ്, നരീഷ്, നൌഷാദ്, വർഷിപ്പ്, ഗ്രേസി സെബാസ്റ്റ്യൻ, പ്രജിൽ, ഷാജി, ബാബു, നിഹാസ്, ഐഷു, പ്രജിത്ത് പി, ഉഷാ സുഹിത്ത്, വിപിൻ, ഹരിദാസ് ഒക്കെ എല്ലാപ്പെട്ട പ്രിയപ്പെട്ടവർ, ദക്ഷാദീപ്തി ഒക്കെ ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭമധ്യാനം നേരുന്നു. ആദ്യം നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് വയനാട്ടേക്കാണ്, പൂക്കോട്ടേക്കാണ്. പൂക്കോട്ടെ ഇടിമുറികൾ. പൂക്കോട്ടെ വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. കൊലപാതകത്തിൽ സിദ്ധാർത്ഥന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട് എന്നും ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് പുറത്തു പറയാത്തതെന്നും വിദ്യാർത്ഥി പറയുന്നു. 24 പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബവും രംഗത്ത് വന്നു. 24 ബിഗ് ബ്രേക്ക്. സിദ്ധാർത്ഥിനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നുവെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. വരുന്നവനും പോകുന്നവനും സിദ്ധാർത്ഥിനെ തല്ലി. അവന്റെ ബാച്ചിലുണ്ടായിരുന്നവർക്കും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. മൃഗീയമായിട്ട് അവന് പട്ടിനെ തല്ലണ മതിൽ അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കിച്ച് വരുന്നവനും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിട്ട് കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു. ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു. ഒരു റെക്കോർഡുണ്ട് സാറിന്, ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്, സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന് കുടുംബം പറഞ്ഞു. ഗൂഢാലോചന കുറ്റവും കൊലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ. നിലവിൽ അറസ്റ്റിലായ 18 പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപ്പട്ടിക. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ക്രൂരമായ നരമേധമാണ് അവിടെ ഉണ്ടായത്, എത്ര ക്രൂരമായ ഒരു മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമുള്ള മർദ്ദനം സിദ്ധാർത്ഥ് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ പൂക്കോട്ടെ സർവകലാശാല മെൻസ് ഹോസ്റ്റലിലുള്ള അലിഖിത നിയമപ്രകാരമാണ് ആ മർദ്ദനം എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. സഹപാഠിയായ പെൺകുട്ടിയുടെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത്. 16 രാത്രി 9 മണിക്ക് മുതൽ തുടങ്ങിയ മർദ്ദനം പുലർച്ചെ 2 മണി വരെ നീണ്ടു. പ്രതികളെ ഇന്ന് കൽപ്പറ്റ CJMന് മുന്നിൽ ഹാജരാക്കും. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 കിട്ടി. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മെൻസ് ഹോസ്റ്റലിൽ ചില അലിഖിത നിയമങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതനുസരിച്ചായിരുന്നു പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത്. സഹപാഠിയായ റഹാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഡാനിഷാണ്. നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ തിരിച്ചെത്തി. ഇതിനുശേഷമായിരുന്നു മർദ്ദനം. 16 രാത്രി 9 മണി മുതൽ മർദ്ദനം തുടങ്ങി. 21 നമ്പർ മുറിയിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു ക്രൂരമർദ്ദനം. ബെൽറ്റ്, കേബിൾ വയർ എന്നിവ കൊണ്ട് ആക്രമിച്ചു. പുലർച്ചെ 2 മണിവരെ പരസ്യ വിചാരണ നീണ്ടുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് T സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. SFI, ഭരണകൂടം, പോലീസ് എന്നിവർ ഗൂഢാലോചന കേസിലുണ്ടെന്നും MLA ആരോപിച്ചു. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൽപ്പറ്റ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുക. 24 വയനാട്. ജെയിംസ് ജോസഫ് പറയുകയാണ്, പോലീസും ക്രിമിനലുകളും ഒന്നിച്ചു നിന്നാൽ സാക്ഷി പറയാൻ പോലും ആരെയും കിട്ടില്ല എന്ന് പറയുകയാണ്. അത് ആ സംശയം തുടക്കം മുതലേ ഉണ്ട്. കാര്യം ഇത്രത്തോളം ക്രൂരമായ സമ്മർദ്ദം ഒക്കെ ഉണ്ടായിട്ടും ഇന്നലെ മാത്രമാണ് 3-4 കുട്ടികൾ വരുന്നത്. അതും ഒരു ന്യായീകരണ ഭാഷയിലാണ് അവർ വരുന്നത്. അപ്പോൾ യഥാർത്ഥ സംഭവം എന്താണ്, അവർ കണ്ടതെന്ന് പറയാൻ എത്ര കുട്ടികൾ സാക്ഷിയുടെ രൂപത്തിൽ തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി കത്ത് നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട മൃഗീയ മർദ്ദനത്തിന്റെയും ക്രൂരതയുടെയും തെളിവാണ് എന്ന് കത്തിൽ പറയുന്നു. SFIയുടെ അതിക്രമങ്ങൾക്ക് അധ്യാപകർ കൂട്ടുനിന്നെന്നും പ്രതികളെ സംരക്ഷിക്കാനാണ് CPIM നീക്കമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. SFIക്കാർ ക്രിമിനൽ സംഘങ്ങളായി സംസ്ഥാനത്തുടനീളം അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SFIക്കാർ കൂട്ടം ചേർന്ന് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ച്
അവസാനം 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. ആ ഡീൻ നാരായണനെ ആണ് ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത്. VC-യെ സസ്പെൻഡ് ചെയ്ത നടപടി 100% ശരിയാണ്. ജീവനക്കാരും അധ്യാപകരും വൈസ് ചാൻസലറും ഡീനുമെല്ലാം ഈ കൊലപാതകളായ SFIക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ്. MG പ്രതീക്ഷാണ് ആ വാർത്തയുടെ പ്രതീക്ഷ. ഇപ്പോഴും കുട്ടികൾ കാര്യമായി സംസാരിക്കാൻ തയ്യാറാവാത്ത പശ്ചാത്തലമുണ്ട്. സംസാരിക്കുന്നവർ പോലും ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവരെ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. പ്രതീഷ്, ഇപ്പോഴും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സംഘം ചേർന്ന മർദ്ദനം പോലെയുള്ള ലളിതമായ വകുപ്പുകൾ, ലളിതമാണെന്ന് ചോദിച്ചാൽ അല്ല, എങ്കിൽ കൂടിയും ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തോത് വെച്ചാൽ അത് ആ വകുപ്പ് ലളിതമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അന്വേഷണത്തിൽ ഈ കുടുംബം തൃപ്തരാണോ? ഹാഷ്മി, കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കാരണം ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. 2 വർഷം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. പക്ഷേ കുടുംബം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബം പറയുന്ന തരത്തിൽ ശക്തമായൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതിൽ കുടുംബത്തിന് വലിയ നിരാശയുണ്ട്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ് എന്നും കുടുംബം പറയുന്നു. കാരണം കൃത്യമായൊരു ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പല കാര്യങ്ങളും രക്ഷിതാക്കളിൽ നിന്ന് കോളേജ് അധികൃതർ മറച്ചുവച്ചു. ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുൾപ്പെടെ പ്രതികളാകണം, ഇവർക്കെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പോലീസ് തലത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് നിയമപരമായി പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ കുടുംബം എത്തിയിട്ടുണ്ട്. മുൻ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഡീന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചകൾ സംഭവിച്ചു. ഈ പ്രതികളെ കുറ്റക്കാരെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള ഡീന്റെ മറുപടി പൂർണ്ണമായും കുടുംബം തള്ളുകയാണ്. കാരണം ആ കോളേജിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുമ്പോൾ ആ മരണവിവരം മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ടല്ല ഈ വീട്ടുകാരെ അറിയിക്കേണ്ടത്. അത്തരത്തിൽ തന്റെ യാതൊരു കടമയും കോളേജിലെ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ നിറവേറ്റിയിട്ടില്ല. ഈ 3 മണിക്കൂർ മാത്രം ഉണ്ടായിരുന്നൊരു മർദ്ദനമല്ല, ദിവസങ്ങളോളം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന VC-യോ ഒപ്പം ഈ ഡീനോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒരു തൃപ്തി കുടുംബം രേഖപ്പെടുത്തിയെങ്കിലും ഈ മറ്റു ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ അമർഷം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഒപ്പം കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ശക്തമായൊരു നടപടിയിലേക്ക് പോകണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ട കത്ത് അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണത്തിലെ സത്യം പുറത്തു വരണം, ഒപ്പം ഗൂഢാലോചന അടക്കം പുറത്തു വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ഈ പൂക്കോട്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ പരിഹരിക്കണമെങ്കിൽ ഇതിലെ എല്ലാ സത്യങ്ങളും കുറ്റക്കാരും ഉൾപ്പെടെ പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ പോരാ, CBI പോലുള്ള അല്ലെങ്കിൽ CBI അന്വേഷണം തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വേണമെന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യം. കുടുംബവും അത് തന്നെ ശരിവെക്കുന്നുണ്ട്. എന്തായാലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്ക് കൂടിയാണ് ഇപ്പോൾ കുടുംബം കാത്തു നിൽക്കുന്നത്. അത്തരത്തിലൊരു നടപടി വൈകാതെ തന്നെ സർക്കാരിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി. ശരി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡീൻ പറയുകയാണ് സിദ്ധാർത്ഥ് മരിച്ചതിന് വീട്ടിൽ അറിയിച്ചു. ആരറിയിച്ചു? ഏതൊരു വിദ്യാർത്ഥി അറിയിച്ചു. അങ്ങനെയാണോ? വളരെ പ്രതീക്ഷയോടെ ഒരു ക്യാമ്പസിലേക്ക് ഒരു കുട്ടിയെ പഠിക്കാൻ വിട്ടു. ആ കുട്ടിയെ അല്പപ്രാണിയാകും വരെ മർദ്ദിച്ച് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഉത്തരവാദിത്തോടെ ആ ഡീനോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ആരെങ്കിലും അറിയിക്കേണ്ടത്. ഔദ്യോഗികം അറിയിക്കുന്നത് എന്നാണ്? 24-ാം തീയതി അറിയിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. ഇതിന് എന്തൊരു ഉത്തരവാദിത്തമാണോ എന്നുള്ളത് സ്വയം ആലോചിക്കട്ടെ പറയുന്നവർ. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, മാനുഷാദ എന്ന് പറയാൻ കൂടെ ചങ്ക് എന്നും ബ്രോ എന്നും അളിയ എന്നും വിളിച്ച് നടന്ന ഒരുവനും ഉണ്ടായില്ല. അതാണ് കേരളത്തിലെ വർത്തമാനകാല ക്യാമ്പസുകളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ബഹുമുഖ അപജയത്തിൻ്റെ ആഴം വെളിവാക്കുന്നത്. അത്ഭുതകരമാണത്.
ഇത്രത്തോളം 130 പിള്ളേർ കാണി നിൽക്കിയ ഒരാളെ അത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും ആരും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥി സമൂഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ കൂട്ടത്തിലൊരുത്തനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്നവർ വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്നൊരു കാര്യത്തിൽ തർക്കമുണ്ടോ? പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനെയും അസിസ്റ്റന്റ് ഡീനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രിയും പ്രോ ചാൻസലറുമായ ജെ ചിഞ്ചുറാണി. ഇത് സംബന്ധിച്ച് പുതിയ VC-ക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചെന്ന ആരോപണം സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ നിഷേധിച്ചു. ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തു. ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനും അസിസ്റ്റന്റ് ഡീനും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നടപടിക്ക് നിർദ്ദേശം നൽകി. സർക്കാരിനോട് പോലും അഭിപ്രായം തേടാതെയാണ് VC-യെ ഗവർണർ പുറത്താക്കിയതെന്നും മന്ത്രി. ഗവൺമെന്റിനോടോ ചോദിച്ചില്ല, നമ്മുടെ തന്നെ വകുപ്പിനോടോ ചോദിച്ചില്ല, അല്ലെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളോട് ഒരു അനുവാദം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് വന്നത്. ആ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. വീഴ്ചയില്ലെന്ന് ന്യായീകരിച്ച് ഡീൻ ഡോക്ടർ MK നാരായണൻ മർദ്ദന വിവരം ഒരു വിദ്യാർത്ഥി പോലും തന്നെ അറിയിച്ചില്ല. ആത്മഹത്യാ വിവരം അറിഞ്ഞതു മുതൽ കൃത്യമായി ഇടപെട്ടുവെന്നും വിശദീകരണം. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഭാവിയിൽ എനിക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ വെച്ച് ഇതൊരു കാരണമാവട്ടെ, ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഈ ക്രൂരമായിട്ടുള്ള റാഗിങ് കൊല ഇവിടെ വെച്ച് അങ്ങ് നിർത്തണം. അതുകൊണ്ട് യാതൊറ്റം വരെയും ഞാൻ ഫൈറ്റിന് പോകും. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട VC-യുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. സിദ്ധാർത്ഥന്റെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുമ്പോഴും വൈസ് ചാൻസലർ അഭിമുഖ തിരക്കിലായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിട്ടും ഒരു ദിവസം പോലും അഭിമുഖം മാറ്റിവെച്ചില്ല. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ വിദ്യാർത്ഥികളെ കാണാനോ VC തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. 24 വയനാട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനോട് വിശദീകരണം തേടുമെന്ന് പുതിയ VC PC ശശീന്ദ്രൻ. മർദ്ദിച്ചപ്പോൾ മിണ്ടാതിരുന്ന കുട്ടികൾ കുറ്റക്കാരാണ്, അവരോടും വിശദീകരണം തേടും. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ സുരേഷ് ഗോപി സന്ദർശിച്ചു. മരണം CBI അന്വേഷിക്കണം എന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന കുടുംബത്തിന്റെ പരാതി ശരിവയ്ക്കുന്നതാണ് പുതിയ VC-യുടെ പ്രതികരണം. വാർഡൻ കൂടിയായ ഡീൻ ഇടയ്ക്കെങ്കിലും ഹോസ്റ്റലുകളിൽ സന്ദർശനം നടത്തണം. ഈ ചുമതല നിറവേറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് VC PC ശശീന്ദ്രൻ. ഡീൻ പോകാൻ ബാധ്യതപ്പെട്ട ആളാണ്. കാര്യം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പോകാൻ. കാര്യം ഡീനാണ് എല്ലാ ഹോസ്റ്റലിൻ്റെയും. ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഈ ബോയ്സ് ഹോസ്റ്റലിന് 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഡീൻ എല്ലാ ദിവസവും എല്ലാ ഹോസ്റ്റലിലും ചെന്നോളണമെന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ മൗനം പാലിച്ച മറ്റു വിദ്യാർത്ഥികളെയും വൈസ് ചാൻസലർ വിമർശിച്ചു. ഇവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും VC വ്യക്തമാക്കി. പൂക്കോട് നടന്നത് പൈശാചികവും നികൃഷ്ടവുമായ സംഭവമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൊക്കൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്തോ തെറ്റ് ചെയ്തിട്ടാണല്ലേ. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. കുടുംബത്തിന് പിന്തുണയറിയിച്ച് ഇന്നും നിരവധി പേരാണ് നെടുമങ്ങാട്ട് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കെത്തുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൻ സോയ മക്കളെ കോളേജിൽ പഠിപ്പിക്കാൻ പേടിയാണ്. ഇതൊക്കെ ഈ വാർത്ത ഒക്കെ കേൾക്കുമ്പോൾ അത്തരത്തിൽ പേടിയുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ എന്താണ്, എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ആഴത്തുള്ള പേടിക്ക് അടിസ്ഥാനമില്ല. എങ്കിൽ കൂടിയും അങ്ങനെ ആശങ്ക ഉണ്ടാവുന്നതിൽ കുറ്റം പറയാനും കഴിയില്ല. ഒരു പ്രാവശ്യം പറയുകയാണ്, ഇവിടെ KSU, SFI, KSU, ABUP, MSF വ്യത്യാസമില്ല. ഓരോ ക്യാമ്പസിലും കയ്യൂക്കുള്ളവർ ഗുണ്ടായിസം കാണിക്കും. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എന്ന് പറയുകയാണ്. രാജേന്ദ്ര വയല പറഞ്ഞു, തനി കക്ഷിരാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക സാമൂഹ്യ നീതി ചിന്തിക്കണം, ഒരു സംശയ കാര്യത്തിലില്ല. വർഷി പറയുന്നു, എല്ലാവരോടും ചോദിച്ചിട്ട് അനുവാദം വാങ്ങി നടപടിയെടുക്കാൻ പറ്റിയ ആളുകളാണ് ഭരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കുന്നവരോട് ആലോചിക്കുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ് എന്നും പറയുകയാണ്. ഇപ്പോഴും ആ ഡീൻ അവിടെ തുടരുകയാണ്. വാക്കാൽ നടപടി എന്നൊക്കെ പറയുന്നതല്ലാതെ ഡീൻ തുടരുകയാണ്. ഇനി അവിടെ കുടുംബമൊക്കെ ആരോപിക്കുന്നത് പോലെ ഡീൻ അടക്കം എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള മതിയായ സമയം ഈ സമയത്തുണ്ട് കേട്ടോ. ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. 3-ാം തീയതിയായിട്ടും ശമ്പളം പിൻവലിക്കാൻ കഴിയുന്നില്ല. ശമ്പള വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം തിരക്കിട്ട് പരിഹരിക്കാൻ ധനവകുപ്പ് നീക്കം ആരംഭിച്ചു. ജീവനക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മാർച്ച് 3 ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമാണ് ഇതുവരെ ശമ്പളം ലഭിച്ചത്.
അധ്യാപകർ, സെക്രട്ടേറിയറ്റ്, റവന്യൂ, ജലസേചന വകുപ്പ്, ട്രഷറി, നികുതി വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ 3.5 ലക്ഷത്തോളം പേരെയാണ് പ്രതിസന്ധി ബാധിച്ചത്. എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിലും പിൻവലിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ്. ഭൂരിഭാഗം ജീവനക്കാർക്കും എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാതായത്. പെൻഷൻ വിതരണത്തിന് നിലവിൽ പ്രതിസന്ധിയില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് ആലോചന. ശമ്പള പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ജീവനക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നും ധനമന്ത്രി രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യം കൊടുക്കാത്ത ആദ്യത്തെ ഗവൺമെൻറ്റാണ്. ജീവനക്കാരുടെ ശമ്പളം ETSPയിൽ ക്രെഡിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് ജീവനക്കാരെ ഗവൺമെൻറ് കബളിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ ധനകാര്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും തിങ്കളാഴ്ചയോടെ ശമ്പള വിതരണം പൂർത്തിയാക്കാനാകുമെന്നുമാണ് ട്രഷറി വകുപ്പ് നൽകുന്ന വിശദീകരണം. നാളെ അക്കൗണ്ടിൽ പണമെത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട 4600 കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകൂവെന്നാണ് വിവരം. കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ഉപകാരപ്രദമാകുന്ന ജനനി പദ്ധതി പ്രതിസന്ധിയിൽ 56 കോടി രൂപയാണ് ആശുപത്രികൾക്ക് കുടിശ്ശികയെ നൽകാനുള്ളത്. 4 മാസമായി പണം കിട്ടാതായതോടെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനൊരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. 24 എക്സ്ക്ലൂസീവ്. ഗർഭിണിയെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മുതലുള്ള മുഴുവൻ ചെലവും ജനനി സുരക്ഷ ശിശു കാര്യക്രമ പദ്ധതി മുഖേന സൗജന്യമായി നൽകും. ഗർഭിണിക്ക് വേണ്ട മരുന്ന്, ചികിത്സ, ഭക്ഷണം കൂടാതെ കുഞ്ഞിനുള്ള ചികിത്സ, കുഞ്ഞിനെയും മാതാവിനെയും വീട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് ഉൾപ്പെടെ സൗജന്യമാണ്. കരാറടിസ്ഥാനത്തിൽ സ്വകാര്യ ടാക്സി തൊഴിലാളികളാണ് മാതാവിനെയും കുഞ്ഞിനെയും വീട്ടിലെത്തിച്ചിരുന്നത്. 4 മാസമായി പണം ലഭിക്കാതായതോടെ പദ്ധതിയിൽ നിന്നും ഇവർ പിന്മാറുകയാണ്. ഇപ്പോൾ 6 മാസത്തോളമായി ഞങ്ങൾക്ക് ഇതിന്റെ പൈസ കിട്ടാൻ ഒരുപാട് ഡിലേ വരികയാണ്. ഇതിന് മുമ്പ് ഒരു നവംബറിന്റെ മുമ്പ് വരെ നമുക്ക് ഇത് ഒരു മാസം ബില്ല് ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുത്താൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ബില്ല് പാസ്സായി വന്നിരുന്നു. ഇപ്പൊ അതിന്റെ ശേഷം ഈ ബില്ല് ഒക്കെ പെൻഡിങ് ആണ്. ഇത് അന്വേഷിക്കേണ്ട എല്ലാ തലത്തിലും പോയി അന്വേഷിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് 56 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബ്രാൻഡിംഗ് നടപ്പിലാക്കാത്തതിനാലാണ് ഫണ്ട് നൽകാത്തത് എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ വിശദീകരണം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി പരസ്യമാക്കിയ PC ജോർജിനെ തള്ളാനും കൊള്ളാനുമാകാതെ BJP സംസ്ഥാന നേതൃത്വം. അനിൽ ആന്റണിക്ക് മണ്ഡലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് PC ജോർജ് വീണ്ടും തുറന്നടിച്ചു. താൻ മത്സരിക്കണമെന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അനിൽ ആന്റണിയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് PC ജോർജ് ആണെന്നായിരുന്നു BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MD രമേശിന്റെ മറുപടി. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അത്ഭുതമെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. ചെറുപ്പക്കാരൻ എന്നതിലുപരി മറ്റൊരു മേന്മയും അനിൽ ആന്റണിക്കില്ലെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ PC ജോർജിന്റെ പ്രതികരണം. ഇന്നു പക്ഷേ മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് BJP പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞു. കൂടെ അനിലിനെതിരെ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപം ശക്തമായി ആവർത്തിച്ചു. അനിൽ ആന്റണി പത്തനംതിട്ട ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ആളാണ്. പുള്ളിക്ക് പാർട്ടി തീരുമാനിച്ചു, അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. അങ്ങർക്ക് പത്തനംതിട്ട എല്ലാവരും അറിയണമെന്ന് പറഞ്ഞാൽ ആരെയും അറിയാൻ സാധ്യതയില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രചാരണത്തിൽ BJP നേതൃത്വം ട്രാക്കിലേക്ക് കയറിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണം തുടങ്ങിയ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഡോക്ടർ തോമസ് ഐസക്. ഒരു അത്ഭുതമാണ്. ഇതുവരെ ചർച്ച ചെയ്യുന്ന ശ്രീധരൻപിള്ള, കുമ്മനം, PC ജോർജ്, അതൊക്കെ വിട്ട് ഇപ്പോൾ PC ജോർജ് വിശേഷണം കൊടുത്തല്ലോ പുതിയ സ്ഥാനാർത്ഥിക്ക്. അതുപോലെ ഒരാളിവിടെ കൊണ്ടു നിർത്തുന്നതിൻ്റെ ഒരു യുക്തി എന്തെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. PC ജോർജിനെ തള്ളാനോ കൊള്ളാനോ ആകാതെ വിഷമവൃത്തത്തിലാണ് BJP നേതൃത്വം. PC ജോർജിനെ പോലെ എല്ലാവരും അറിയുന്ന ആളല്ല അനിൽ ആന്റണി എന്ന് പറഞ്ഞ MT രമേശ്
അനിൽ ആന്റണിയെ പത്തനംതിട്ട മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് ജോർജ് ആണെന്നും വ്യക്തമാക്കി. PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ? അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കും. അദ്ദേഹത്തിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലമാണ്, അദ്ദേഹമല്ലേ പരിചയപ്പെടുത്തേണ്ടത്. സ്വാഭാവികമാണ്, അത്രയേ ഉള്ളൂ. നാളെയായിരിക്കും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തുക. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായതിനാൽ പ്രചാരണത്തിൽ ഒപ്പമോടിയെത്താനായിരിക്കും BJP ക്യാമ്പിന്റെ നീക്കം. പ്രഖ്യാപനം വന്നില്ലെങ്കിലും UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആന്റണി വിവിധ പരിപാടികളുമായി ഇതിനകം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇഷാദുവിലൂടെ പറയുകയാണ് ആഷ്മി PC BJP വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ചാൻസ് ഉണ്ട്, കട്ട വെയിറ്റിംഗ് എന്ന് പറയുകയാണ്. കാര്യം BC ആണ്, ഒന്നും പറയാനൊന്നും പറ്റത്തില്ല, നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായി 3 മുന്നണികളും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ BJP ചുവരെഴുത്തുൾപ്പെടെ വേഗത്തിലാക്കി കളം പിടിക്കുകയാണ്. LDF ആകട്ടെ റോഡ് ഷോകൾക്കൊപ്പം വോട്ടർമാരെ നേരിട്ട് കാണുന്ന നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ ആത്മവിശ്വാസം LDFന്റെ പ്രചാരണത്തിൽ വ്യക്തമാണ്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോകൾ പൂർത്തിയാക്കി വരികയാണ്. ഈ ആഴ്ച മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളിൽ പങ്കെടുത്തു തുടങ്ങും. ആദ്യഘട്ട പട്ടികയിൽ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് BJPയും നേട്ടമായി കാണുന്നു. തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലിലും കൂടുതൽ മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നരേന്ദ്രമോദിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിലാകും പ്രചാരണം. രാജ്യം മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനവും ജനക്ഷേമ പദ്ധതികളും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഭരണപക്ഷത്തുള്ള ഒരു MPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നത് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. BJP എന്ന പാർട്ടി നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. BJP കേരളത്തിൽ ഇതുവരെ അവർക്ക് വേര് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യമനുടെ തട്ടകമായ തിരുവനന്തപുരത്ത് നമുക്ക് ജയിച്ചു വന്നേ മതിയാകും. തിരുവനന്തപുരത്തെ MPയെ കാണാനില്ലെന്ന പ്രചാരണത്തിന് ശശി തരൂർ തന്നെ മറുപടി നൽകി. അതായത് ഞാൻ സ്ഥലത്തിൻ്റെ MP ആയിട്ട് ഞാൻ എൻ്റെ കടമ പൂർത്തിയാക്കണം. എല്ലാ ദിവസവും 7-8 ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്, ജനങ്ങളെ കാണേണ്ടത്, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രചരണമായിട്ടല്ല ചെയ്യുന്നത്. ഇവിടുത്തെ നിലവിലുള്ള ജനവിശ്വാസം കിട്ടിയ ഒരു MP ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അത്രയും. സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. നാളെയോ മറ്റന്നാളോ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് ഇന്ത്യ സഖ്യവും NDAയും അടുത്തഘട്ട സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നതെന്ന് BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് 24നോട് പറഞ്ഞു. ബീഹാറിലെ പട്നയിൽ RJDയുടെ നേതൃത്വത്തിലുള്ള ജൻവിശ്വാസ് മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കും. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു. തമിഴ്നാട് ഉൾപ്പെടുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുന്നു. ഇനി കാത്തിരിക്കേണ്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് മുമ്പിലും വെല്ലുവിളികളുണ്ട്. ഇതിനായി 2 ദിവസത്തിനകം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും. തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് BJP സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവരാണെന്ന് ന്യൂഡൽഹി BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് 24നോട് പറഞ്ഞു. That the alliance is actually wedged on nothing but selfish interests, because both the Indian National Congress as well as the Aam Aadmi Party are dripping in corruption from head to toe. തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തി പ്രകടനത്തിനായി ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുകയാണ്. പട്നയിലെ ജൻവിശ്വാസ് മഹാറാലിയിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പങ്കെടുക്കും. ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കേറ്റ തിരിച്ചടിക്ക് മറുപടി നൽകാൻ കൂടിയാണ് RJDയുടെ നേതൃത്വത്തിലുള്ള മഹാറാലി. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമഘട്ട ചർച്ചകളും ഇന്ന് പാട്നയിൽ നടക്കും. 24 ഡൽഹി. ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇപ്പോൾ തുടരുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 2 മന്ത്രിമാർ ഇറങ്ങിപ്പോയി. രോഹിത് താക്കൂർ, ജഗത് നേഗി എന്നിവരാണ് ഇറങ്ങിപ്പോയത്. യോഗത്തിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക്. അതേസമയം മന്ത്രിമാരായ വിക്രമാദിത്യ സിംഗ്, ഹർഷവർദ്ധൻ ചൗഹാൻ എന്നിവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസ് വിട്ട് കൂടുതൽ MLA മാർ തങ്ങൾക്കൊപ്പം ചേരുമെന്ന് വിമതർ പറയുന്നുണ്ട്. വിക്രമാദിത്യ സിംഗ് വിമതരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അയോഗ്യരാക്കപ്പെട്ട MLA മാരുടെ പ്രതികരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗ്. അസൻസോളിലെ സ്ഥാനാർത്ഥിയെ പവൻ സിംഗിനെ ഇന്നലെ BJP പ്രഖ്യാപിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെയാണ് പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, BJPയുടെ പ്രതീക്ഷാ സ്ഥാനാർത്ഥിയായിരുന്നു പവൻ സിംഗ്. എന്തുകൊണ്ടാണ് പിന്മാറ്റം? അത് BJPക്ക് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് അവിടെ? ബൽറാം. ഹാഷ്മി, BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്നത് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി, അതും ഒരു ചലച്ചിത്ര താരം തന്നെ, താൻ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ശത്രുഘ്നൻ സിൻഹയ്ക്ക് കനത്ത മത്സരം കൊടുക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ പവൻ സിംഗ് എന്ന ഭോജ്പുരി നടനും BJP രംഗത്തിറക്കിയത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഒപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് ഭോജ്പുരി നടനായ പവൻ സിംഗ്. ശത്രുഘ്നൻ സിൻഹ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു താരത്തെ തന്നെ അണിനിരത്താൻ ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ പവൻ സിംഗിനെ രംഗത്തിറക്കിയത്. പവൻ സിംഗ് സ്ഥാനാർത്ഥിയാകും എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ദിവസങ്ങളായി BJPയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ പവൻ സിംഗിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്താൻ പവൻ സിംഗ് തയ്യാറായിരുന്നില്ല. പ്രഖ്യാപനത്തിന് ശേഷമാണ് തൻ്റെ എക്സ് ഹാൻഡിലൂടെ അദ്ദേഹം താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണ്, മത്സരിക്കാനില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ പിന്മാറുന്നതിൽ അദ്ദേഹം BJP നേതൃത്വത്തോട് ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പിന്മാറുന്നത് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം BJP നേതാക്കൾ ആരും തന്നെ ഈ പിന്മാറ്റത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ, പ്രത്യേകിച്ച് ബംഗാളിലെ കൽക്കരി ഖനന ബെൽറ്റായ ആസൻസോളിൽ കനത്ത പ്രചരണം പവൻ സിംഗിനെതിരെ നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ജനതയെ ഈ B ഗ്രേഡ് സിനിമകളിലൂടെ സുപരിചിതനായ വ്യക്തിയെയാണ് BJP ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള പ്രചരണം പവൻ സിംഗിനെതിരായി തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പവൻ സിംഗ് സ്ഥാനാർത്ഥിയിൽ നിന്നും പിന്മാറിയത്. ബൽറാമാണെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പിന്മാറ്റം എന്ന നിലയ്ക്ക് അത് BJPക്ക് ഒരു തിരിച്ചടി കൂടിയാണ്. എന്തായാലും കോഴിക്കോട് 2 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. ബൈക്ക് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് 2 പേരും പിക്കപ്പ് ലോറി മരത്തിലിടിച്ച് ഒരാളുമാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ KP ജാസിർ, അഭിനന്ദ് എന്നിവരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അപകടത്തിൽ ദുരൂഹത തുടരുന്നതിനാൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിൽ പുലർച്ചെ 4:45 ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ബൈക്ക് കത്തുകയായിരുന്നു. യാത്രക്കാരായ 2 പേരും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ബാലുശ്ശേരി കിനാലൂർ കാരപ്പറമ്പിൽ ആലിക്കോയയുടെ മകൻ KP ജാസിർ, കണ്ണാടിപ്പൊയിൽ മുരിങ്ങനത്ത് ചാലിൽ അഭിനന്ദ് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചാത്തമംഗലത്ത് പിക്കപ്പ് ലോറി മരത്തിലിടിച്ചാണ് ഡ്രൈവർ മരിച്ചത്. കാരശ്ശേരി സ്വദേശി മുഹമ്മദ് ഹിഷാനാണ് മരിച്ചത്. രാവിലെ 6:45 12-ാം മൈലിൽ വെച്ചായിരുന്നു അപകടം. മുഹമ്മദ് ഹിഷാനെയും സഹായിയായ ജമാലിനെയും വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹിഷാനെ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ ജമാൽ ചികിത്സയിൽ കഴിയുകയാണ്. 24 കോഴിക്കോട്. സങ്കടകരമായ വാർത്തയാണ്. അപകട വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അധികം അങ്ങനെ കേൾക്കാനെല്ലാം ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടങ്ങി. വല്ലാത്ത വേദനയാണ്. ജ്യോതിഷ് മണ്ണാർക്കാട് പറയുന്നു, മലയാളത്തിൻ്റെ ഭാവഗായകന് പിറന്നാളാശംസകൾ, സ്വരമാധുര്യം നിറഞ്ഞു നിൽക്കട്ടെ അന്നും ഇന്നും എന്നും, അത്രമേൽ സ്നേഹം എന്ന് പറയുകയാണ്. റീന സതീശൻ പറയുന്നു, ആഷ്മി ഞങ്ങൾക്കിവിടെ ഒരു കുറുമ്പനുണ്ട്, ഞങ്ങൾ ഷുട്രു എന്ന് വിളിക്കുന്ന ആലൻമോൻ. അവൻ ഇന്നലെ സ്കൂൾ വാർഷികത്തിന് ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുക. ആഷ്മി അവനെ ഒരു ഹായ് പറയാമോ? പിന്നെന്താ, ഹായ് ഷുട്രു എന്നാണ് ആലൻമോൻ. ഹായ് ആലൻ. സൈമൺ പറയുന്നു, നമ്മൾ പാവങ്ങളുടെ മെസ്സേജ് ഒന്നും വായിക്കില്ല ആഷ്മി, നമ്മൾ 24 വലിയ ആരാധന ഉണ്ടോ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മെസ്സേജ് വായന കുറവാണെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, കുറേ അധികം വാർത്തകൾ ആ പൂക്കോട്ട സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ അധികം വാർത്തകൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് കമൻറ്റുകൾ വായനയിൽ കുറവ്. പരിഹരിക്കാം. കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന കൂടത്തായി ദ ഫെയിം ഓഫ് ഡെത്ത്, ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തടയണം എന്ന ഹർജി കോടതി തള്ളി. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 2ാം പ്രതി MS മാത്യു ആയിരുന്നു പരമ്പരയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തനിക്കും കുടുംബത്തിനും അപകീർത്തികരമാണെന്നായിരുന്നു MS മാത്യുവിന്റെ വാദം. ജനുവരി 19 പരമ്പരയ്ക്കെതിരെ കൂടത്തായി കേസിലെ 2ാം പ്രതി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് പുനഃസംപ്രേഷണമാണെന്ന് ഫ്ലവേഴ്സ് TVക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം ലംഘിക്കരുതെന്ന മുൻ കോടതി വിധികളും കൂടി പരിഗണിച്ചാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത്. ഇതൊരു ക്രിയാത്മകമായിട്ടുള്ളൊരു ആവിഷ്കാരമല്ലേ. അപ്പോൾ ആ സ്ഥിതിക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു നെടുന്തൂണം തന്നെ ഒരാളുടെ
ഒരു റൈറ്ററിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. പിന്നെ ഘടനാപരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ വല്ല റിസ്ട്രിക്ഷൻസും വരുത്തുകയാണെങ്കിൽ അതിൽ പറയുന്ന ചില 19(2) പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്രിമിനൽ നടപടി നിയമം CRPCയിലും ഈ ലൈംഗികമായിട്ടുള്ള ഒഫൻസുകളിനെ സംബന്ധിച്ചിട്ട് കോടതി ഇൻ ക്യാമറയായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നത് തെറ്റായി വരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മളൊരു സീരിയലാണ്. കോടതിയുടെ പുറമേയുള്ള ഒരു കഥ ആവിഷ്കരിച്ചുണ്ടാക്കുന്ന ഒരു സീരിയലാണ് കൂടത്തായി. സീരിയലിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഫ്ലവേഴ്സിന് അനുകൂലമായി വിധി വന്നിരുന്നു. 24 കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ സംപ്രേഷണം തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. രാസപരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുറപ്പിക്കാൻ കഴിയൂ. യുവാവ് ജോലി ചെയ്ത കഴക്കൂട്ടം, ചെന്നൈ, എറണാകുളം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ രാസപരിശോധനാ ഫലം അനിവാര്യമെന്ന പോലീസ് യുവാവിന്റെ പിതാവിന്റെ രക്തസാമ്പിൾ ശേഖരിച്ച പരിശോധന നടത്തിയിട്ടുണ്ട്. അതേസമയം കൊലപാതക സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ സ്റ്റൂൾ, ഏണി, കയർ എന്നിവയാണ് സംശയമുണ്ടാക്കുന്നത്. ആത്മഹത്യ ചെയ്യാനെത്തിയയാൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള ക്യാമ്പസിൽ ഇതുമായി എത്തിയതെന്നാണ് പോലീസിന്റെ സംശയം. യുവാവിന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. യുവാവിന്റെ ഫോണിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം DNA ഫലം വന്നതിന് ശേഷം സംഭവത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. 24 തിരുവനന്തപുരം. അടുത്തൊരു വാർത്ത. ഇന്ന് ലോക വന്യജീവി ദിനമാണ്. വന്യജീവികൾക്കും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി അവയുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക വന്യജീവി ദിനം. സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളതെന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയുടെ പ്രമേയം. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നിരന്തരം വാർത്തയിലെത്തുന്ന സമയത്താണ് ഈ വർഷത്തെ വന്യജീവി ദിനാചരണം നടക്കുന്നത്. ആഗോള വ്യാപകമായി 1 മിനിറ്റിൽ 50 ഏക്കർ മഴക്കാടുകൾക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ. വനം വന്യജീവികളുടെ വാസകേന്ദ്രമായതിനാൽ അവയ്ക്കാവശ്യമായ ആഹാരം, ജലം, സുരക്ഷ, നല്ല കാലാവസ്ഥ, പ്രജനനത്തിനുള്ള സാഹചര്യം എന്നിവയെല്ലാം വനനാശത്തിലൂടെ നഷ്ടമാവുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ സംരക്ഷിക്കുക, സഹജാവബോധവും സംരക്ഷണ താൽപര്യവും ജനങ്ങളിൽ വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ലോക വന്യജീവി ദിനാചരണത്തിന് പിന്നിലുള്ളത്. 2013 ഐക്യരാഷ്ട്രസഭയാണ് ലോക വന്യജീവി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികളുടെ നിലനിൽപ്പിന് വനവും വന്യജീവികളും ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് ഈ ദിനാചരണത്തിന്റെ പിറവി. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നൊവേഷന്റെ സാധ്യതകൾ കണ്ടെത്തുകയെന്നതാണ് ഇത്തവണത്തെ വന്യജീവി ദിനത്തിന്റെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. വിനീത് നാരായണൻകുട്ടി പറയണം, ആഷ്മി, ചൂടുകാലത്തെല്ലാം ചൂടുള്ള വാർത്തകളാണല്ലോ, തണുത്ത വാർത്തകൾ വരുമോ? നമുക്ക് ശരിയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ചൂടുള്ള വാർത്തകളാണ്. ചൂടുള്ള വാർത്തകൾ തുടരും എന്നാണ് കരുതുന്നത് ഈ പോക്കാണെങ്കിൽ. എന്തായാലും ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണം തടയുന്നത് ചർച്ച ചെയ്യാൻ വിളിച്ച അന്തർ സംസ്ഥാന യോഗം വൈകും. കേരളം ആവർത്തിച്ച് തീയതി നൽകിയിട്ടും കർണാടകയും തമിഴ്നാടും മറുപടി നൽകാത്തതാണ് നിലവിലെ പ്രതിസന്ധി. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന തകർത്തു. കോഴിക്കോട് മൊകേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്കും പരിക്കുണ്ട്. കർണാടകയിൽ പിടികൂടിയ കാട്ടാന വയനാട്ടിലെത്തിയ ആളെ കൊന്നതോടെയാണ് അന്തർ സംസ്ഥാന യോഗത്തിന് കളമൊരുങ്ങിയത്. മാർച്ച് 3, 4 തീയതികളിൽ ബംഗളൂരുവിൽ യോഗം ചേരാമെന്നായിരുന്നു ആദ്യ ധാരണ. എന്നാൽ കേരളം ആവർത്തിച്ച് തീയതി നൽകിയിട്ടും കർണാടകയും തമിഴ്നാടും മറുപടി നൽകാത്തതാണ് നിലവിലെ പ്രതിസന്ധി. തീയതി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും അനുകൂല തീരുമാനം വന്നാൽ യോഗം ചേരുമെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. അതിനിടെ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. ലയങ്ങളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ജീപ്പാണ് കാട്ടാന തകർത്തത്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട ഇതേ സ്ഥലത്താണ് വീണ്ടും ആക്രമണം.
കോഴിക്കോട് മുകേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മുതിരപ്പൊയിൽ രജീഷ്, പനയുള്ളപ്പറമ്പത്ത് അനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ പുലി വളർത്തുമൃഗത്തെ ആക്രമിച്ചു. ഇന്ന് പുലർച്ചെ പ്ലാന്റേഷൻ തൊഴിലാളിയായ ജിജോയുടെ മൂരിക്കുട്ടിയെയാണ് ആക്രമിച്ചത്. പകുതി ഭക്ഷിച്ച നിലയിൽ ജഡം കണ്ടെത്തി. 3 ദിവസമായി പ്രദേശത്ത് പുലി സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. 24 തൃശൂർ. സുനിൽ TS പറയാണ്, പൊള്ളുന്ന വെയിലും പരീക്ഷയുടെ ചൂടും. നല്ല ചൂടാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, സ്കറിയ വേനൽ മഴയുണ്ടോ? ഇതുവരെ ഇല്ല ചേട്ടാ, അങ്ങനെ ഒരു പ്രവചനം ഇല്ല. പെയ്താൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കോഴിയിറച്ചിയുടെ വില സംസ്ഥാനത്ത് 150 രൂപയിൽ 128 താഴ്ന്നു. കോഴിവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ നിർണ്ണയിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട് തൃശ്ശൂരിൽ, കൊമ്പൊടിഞ്ഞാമാക്കൽ. എന്താണ് കോഴിക്കച്ചവടത്തിൽ കൊമ്പൊടിഞ്ഞാമാക്കലിന്റെ പങ്ക് എന്ന് നോക്കാം. സംസ്ഥാനത്തെ കോഴിവില നിയന്ത്രിക്കുന്നതിൽ കൊമ്പൊടിഞ്ഞാമാക്കൽ ഗ്രാമം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. 2002 ഇവിടെ 6 സഹോദരങ്ങൾ ചേർന്ന് തമിഴ്നാട് ഇന്റഗ്രേഷൻ മോഡൽ കോഴിക്കൃഷി ആരംഭിക്കുന്നത്. വീട്ടിൽ കൂടുകൾ സ്ഥാപിച്ച് കർഷകർ കോഴിയെ പരിപാലിച്ചാൽ മാത്രം മതി. കോഴിക്കുഞ്ഞും തീറ്റയും മറ്റു സഹായങ്ങളുമെല്ലാം കമ്പനി എത്തിച്ചു നൽകും. പതിയെ പതിയെ 6 സഹോദരങ്ങളുടെയും 6 കമ്പനികൾ വളർന്നു. ഇന്ന് കൊമ്പൊടിഞ്ഞാമാക്കലിൽ 1064 വീടുകളിൽ കോഴിക്കൃഷിയുണ്ട്. 6 കമ്പനികൾക്ക് കീഴിൽ 680-ലധികം ജീവനക്കാരും. 1990 മുതൽ ഞങ്ങൾ കോഴിത്തീറ്റ വിതരണ രംഗത്ത് വന്നതാണ്. നഷ്ടം വന്ന് ഒരു 2002 ഒരുവിധ എല്ലാ ഫാമെല്ലാം ക്ലോസ് ചെയ്തപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻ്റഗ്രേഷൻ മോഡലിൽ ഓരോ ഫാമുകളിൽ അവർക്ക് കുഞ്ഞിയും തീറ്റയും മരുന്നും എല്ലാം കൊടുത്ത് 1 കിലോന് നിശ്ചിത മാർജിൻ അവർ വളർത്തണ കൂലി കൊടുത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കൊമ്പൊടിഞ്ഞാമാക്കൽ. ഇപ്പൊ ഞങ്ങൾ 6 സഹോദരന്മാരും ഈ ഫീൽഡിലുണ്ട്. പ്രതിദിനം 75,000 കിലോയിലധികം ഇറച്ചിയാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഇവിടെ നിന്നെത്തുന്നത്. തമിഴ്നാട്ടിലെ വിലയ്ക്ക് ആനുപാതികമായി കേരള ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതിയാണ് വില നിശ്ചയിക്കുക. തമിഴ്നാട് ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റി BCC അവരാണ് കോഴിയുടെ മാർക്കറ്റ് എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യണത്. അവരുടെ വില വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ പോൾട്രി ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി ഉണ്ട്. ആ സമിതിയിലെ അംഗങ്ങൾ സമിതി മീറ്റിംഗ് കൂടി ഒരു 6 ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസം മാർക്കറ്റ് വിലയിടാൻ. അവർ ഓൺലൈൻ മീറ്റിംഗ് കൂടിയിട്ടാണ് പത്രത്തിൽ എല്ലാ ദിവസവും റീറ്റെയിൽ വില കൊടുക്കുന്നത്. കോഴിവിലയിൽ ഇപ്പോഴുണ്ടായ കുറവ് കർഷകരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കോഴി കർഷകർക്ക് സർക്കാർ ഇടപെട്ട് സബ്സിഡി ലഭ്യമാക്കി കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചി വിൽപ്പന നടത്താൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 തൃശൂർ. ആമന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജെയിംസ് സാറിൻ്റെ നാടല്ലേ? അതെ ജെയിംസ് സാറിൻ്റെ നാടാണ്. PP നാട്ടിൽ വന്നോ? കോഴിവില കുറഞ്ഞു എന്ന് വേറെ പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഹാഷ്മി, എന്താ ചൂടുണ്ടോ? ഞങ്ങൾ ജിദ്ദയിലാണെന്ന് ഷറഫ് ചോദിക്കുന്നു. ഈ ചൂടെന്ന് പറഞ്ഞാൽ ഭീകര ചൂടാണ്. വേറെ പ്രേക്ഷകൻ ബഷീർ പറയുന്നുണ്ട്, ഹാഷ്മി ഇന്ന് അവതാരപ്പുലികൾ ഞാൻ 72 ഇഞ്ച് TV കാണും. അറബാബ് വീട്ടിലില്ല. മജലിസിലെ TV ആണ് എന്ന് പറഞ്ഞാൽ, മജലിസ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും കാണും. 72 ഇഞ്ചിലും കൊണ്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് കാണാം കേട്ടോ. ഹാഷ്മി ഇപ്പോൾ ഇറങ്ങിയ മലയാളം സിനിമകളൊക്കെ കണ്ടു എന്ന് കൃഷ്ണകുമാർ ചോദിക്കുന്നു. പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ. ആ ഭ്രമയുഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ, പ്രേമലു കാണാൻ പറ്റിയില്ല. മഞ്ഞുമലിന് മിനിഞ്ഞാന്ന് രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, പക്ഷേ കാണാൻ പോകാൻ പറ്റിയില്ല. എന്തായാലും കാണാം. തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് പരാതി. സ്റ്റേഷനറി കടയിൽ നിന്ന് കേക്ക് വാങ്ങി കഴിച്ചതിനെ തുടർന്നാണ് ഇലഗമൺ സ്വദേശി വിജുവിന് ദേഹാസ്വാസ്യമുണ്ടായതെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇതേ ആഹാരം കഴിച്ച മാതാവും സഹോദരങ്ങളും ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെ കരവാരം ജംഗ്ഷനിലെ കടയിൽ നിന്ന് കേക്ക് വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് സഹോദരൻ വിനീതിന്റെ ആരോപണം. രാത്രിയിൽ വയറിളക്കവും നിർത്താതെയുള്ള ഛർദിയും അനുഭവപ്പെട്ടു. പുലർച്ചെ ചലനമറ്റ് കിടന്നിരുന്ന ഇയാളെ ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതേ ആഹാരം കഴിച്ച മാതാവിനും 2 സഹോദരങ്ങൾക്കും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരം യുവാവ് പുലർച്ചെ 3 മണിക്കു തന്നെ മരിച്ചിരുന്നു. അതേസമയം ആശുപത്രി സൂപ്രണ്ട് ഭക്ഷ്യവിഷബാധ മൂലമാണ് യുവാവിൻ്റെ മരണമെന്ന് വ്യക്തമാക്കി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി ഭക്ഷണം വിറ്റ സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് പയ്യോളിയിൽ SFI യൂണിറ്റ് സെക്രട്ടറി മർദ്ദിക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തിയതുമായി പരാതി. കൊയിലാണ്ടി R ശങ്കർ SNDP യോഗം കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി CR അമലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥി കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. ആരോപണം നിഷേധിച്ച് SFI രംഗത്തെത്തി.
കൊയിലാണ്ടി കൊല്ലം ആർ ശങ്കർ SNDP യോഗം കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. മർദ്ദനത്തിന് പിന്നിൽ താനാണെന്നാരോപിച്ച് SFI യൂണിറ്റ് സെക്രട്ടറി മർദ്ദിച്ചെന്ന് അമൽ പറയുന്നു. കോളേജിന് സമീപത്തെ അടച്ചിട്ട വീട്ടിലായിരുന്നു സംഭവം. എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടാണ് ഉണ്ടായത്. എൻ്റെ ക്ലാസ്മേറ്റ് തന്നെ കോളേജ് ചെയർമാൻ അഭയ് കൃഷ്ണ, അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായി. വിളിച്ച് അവിടെ എത്തിയപാടെ ഞാൻ കാണുന്നത് മൊത്തം SFIക്കാർ തന്നെയാണ്. കോളേജിലെ കുട്ടികളൊന്നും അല്ല, പുറത്തുള്ളവരും ഒക്കെ ഉണ്ട്. കുറേ ഏജ് എന്നെക്കാളും മൂത്തതും അവരൊക്കെ ഉണ്ട് അവിടെ. എന്നോട് സംസാരിക്കുന്ന രീതി തന്നെ ഞാൻ ഈ കുറ്റയേക്കണം, അവനിങ്ങനെ അടികിട്ടതിൻ്റെ കാരണം ഞാനാണ്. SFI പ്രവർത്തകർ അടക്കം 20 പേർ സംഘത്തിലുണ്ടായിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറി അനുനാഥ് മർദ്ദിച്ചപ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിന്നതായും ആരോപണം. അപ്പം അടിക്കല്ല, കുത്താണ്. എൻ്റെ വേറെ ഒന്നുമില്ല, മേലും ഒന്നുമില്ല, ഫുള്ള് തലക്കാണ്, തല കണ്ണ് മൂക്ക് അവിടെയൊക്കെ അടിക്കണ്ടായി. അവർ ഒക്കെ നോക്കിയൊക്കെ ചെയ്തേ, പിടിച്ചേക്കാനും കൂടെ ആരും വന്നില്ല. അമലിന്റെ മൂക്കിന്റെ പാലത്തിന് ചതവും വലത് കണ്ണിന് സമീപം പരുക്കുമേറ്റിട്ടുണ്ട്. എന്നാൽ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും നിഷേധിക്കുകയാണ് SFI. 24 കോഴിക്കോട്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥലത്തെ പാറ ഖനനത്തെ ചൊല്ലി പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തുമ്പമൺ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അർജുൻ ദാസും സഹോദരൻ അരുൺ ദാസും കുടുംബവും താമസിക്കുന്ന മലയാലപ്പുഴയിലെ വീടിന് നേരെ കല്ലേറുണ്ടായത്. പോലീസ് നോക്കി നിൽക്കെയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ ആക്രമിച്ചതെന്ന് അർജുൻ ദാസിന്റെയും കുടുംബത്തിന്റെയും പരാതി. വീട് നിർമ്മാണത്തിനായി സ്വന്തം ഭൂമിയിൽ നിന്ന് മണ്ണുമാറ്റാനുള്ള ഉത്തരവ് അർജുൻ ദാസ് തരപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മറവിൽ പാറ ഖനനമാണ് നടക്കുന്നതെന്ന് പരാതി ഉയർന്നു. ഇക്കാര്യം പറഞ്ഞ് ചില CPIM പ്രവർത്തകർ സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിനായി 2 ലക്ഷം രൂപ സംഭാവന ചോദിച്ചെന്നും അരുൺദാസിന്റെ ഭാര്യ സലിഷ. ഞാൻ ഈ പരാതിയായിട്ട് ജില്ലാ സെക്രട്ടറി ഉദയഭാനു സഖാവിൻ്റെ അടുത്ത് ഞാൻ 2 വട്ടം ചെന്നു. സഖാവ് ആ നിമിഷം തന്നെ ഇയാളെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. വീണ്ടും സഖാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സഖാവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ട, ഈ ആൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ദേഷ്യത്തിനാണെന്നറിയത്തില്ല ഇത്ര ഇപ്പോൾ ഇവിടെ വിഷയങ്ങളുണ്ടാക്കി. അതായത് ഞങ്ങൾ മരണതുല്യമായ ഒരു അവസ്ഥയിൽ, അതായത് മരണത്തെ മുഖാമുഖം കണ്ടാണ് ഞങ്ങൾ 4 പേര്. ഇന്നലെ ഞങ്ങൾ 4 പേര്, മിനിങ്ങാന്ന് ഞങ്ങൾ 2 പേരും കുഞ്ഞുങ്ങളും. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് അത്രയ്ക്ക് അസഭ്യമാണ് പറഞ്ഞത്. പാറഖനനം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി ലഭിച്ചു. അതിന്റെ പേരിൽ അർജുൻ ദാസും കുടുംബവും കുട്ടികളെ അടക്കം ആക്രമിക്കുകയാണെന്നാണ് പാർട്ടി പ്രവർത്തകർ കൂടിയായ നാട്ടുകാരുടെ ആരോപണം. ഒടുവിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നുവെന്നും നാട്ടുകാർ. ഈ അർജുൻ ദാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളെ തുടങ്ങിയ പ്രശ്നമായത്. ഞങ്ങളാരും ഇതിനകത്ത് യാതൊരു ഇടപെട്ടിട്ടുമില്ല. തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കുന്നു, പരാതി കൊടുക്കുന്നു. അവിടെ വന്ന് ഈ മണ്ണെടുക്കുന്നതിനെയും പാറ പൊട്ടിക്കുന്നതിനെയും എല്ലാം അധികൃതർ വന്ന് തടഞ്ഞു. അപ്പോൾ ഈ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം വീഡിയോ എടുത്തും ഒക്കെ അയച്ചു കൊടുത്താൽ ഇവർ വന്ന് ഞങ്ങൾ ഇതിനകത്തൊന്നും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ജില്ലാ സെക്രട്ടറി അന്വേഷണം തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുഭാഗത്തു നിന്നുമായി ലഭിച്ച 4 പരാതികളിൽ കേസെടുത്ത് മലയാലപ്പുഴ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 പത്തനംതിട്ട. അപ്പോൾ അവിടെ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ ആഗ്രഹിക്കുകയാണ്. ജിഷ ബി ചോദിക്കുന്നു, നല്ല തണ്ണിമത്തൻ എടുക്കട്ടെ ഹാഷ്മി, എടുക്കുന്നു, നല്ല ചൂടിന് ബെസ്റ്റാ. പവിത്രൻ പാതിനെ പറ്റി പറയുന്നു, ആശ പോയോ അയ്യോ, അങ്ങനെ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി എന്ന് പറയുന്നത്. കമൻറ്റ് വായിക്കാത്തതുണ്ട്. ആശാബിൻ്റെ ആണെങ്കിൽ ആശാബിന് പോകുന്നില്ല കേട്ടോ. ആശയൊക്കെ നമ്മുടെ സ്വന്തം ചേച്ചിയാണ്, അതൊന്നും പോവില്ല. രഘുനന്ദനം പറയുന്നു, സിദ്ധാർത്ഥൻ്റെ പോലെയുള്ള കൊലപാതകം ഇനി നാട്ടിൽ ഉണ്ടാവരുത് എന്ന് പറയുന്നു. എന്ന് നമ്മുടെ ചർച്ചയിലൊക്കെ കുറച്ച് കടുപ്പിച്ച് പറയുന്നു എന്നൊക്കെ 1-2 പ്രേക്ഷകരും ഒക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇനി ഉണ്ടായിക്കൂടെ, ഇനി ഒരു നിരപരാധി എന്നാൽ ഒരു യുവാവിനും ആർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊന്നും അങ്ങനെ ക്രൂരമായ ഹിംസയൊന്നും നേരിട്ടുകൂടാ. അതിൻ്റെ കാലമൊക്കെ എന്നോ കഴിഞ്ഞാണ്, ആ പ്രാകൃത കാലമൊക്കെ എന്നോ കഴിഞ്ഞതാണ്. അതുണ്ടായിക്കൂടാ എന്നുള്ള കാര്യത്തിൽ അതിലുള്ള ഒരു നാന്ദിയാവട്ടെ ഈ ചർച്ചകളും ഈ പറഞ്ഞ അന്വേഷണവും ഒക്കെ എന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഒരു സിദ്ധാർത്ഥം കൂടി. മുതിർന്ന BJP നേതാവ് ഡോക്ടർ ഹർഷവർദ്ധൻ രാഷ്ട്രീയം വിട്ടു. ചാന്ദിനിച്ചക്ക് മണ്ഡലത്തിലെ സിറ്റിംഗ് MP ആണ്. ഇത്തവണ BJP ഡോക്ടർ ഹർഷവർദ്ധന് സീറ്റ് നൽകിയിരുന്നില്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം ഡൽഹിയുടെ ആരോഗ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം കേന്ദ്രമന്ത്രിയായിരുന്നു. കിട്ടാവുന്ന പദവികളൊക്കെ പരമാവധി കിട്ടിയതാണ്. ഇതിപ്പോൾ സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയാണോ? എന്താണ് ഹർഷവർദ്ധൻ വിടാനുള്ള കാരണം?
ഹാഷ്മി, ഡൽഹിയിൽ BJPയുടെ ജനകീയമായ സൗമ്യമുഖങ്ങളിൽ ഒരാളാണ് ദേശീയ തലത്തിൽ തന്നെ ഡോക്ടർ ഹർഷവർദ്ധൻ. അദ്ദേഹമാണ് പാർട്ടി വിടുന്നതായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സ് ഹാൻഡിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം നീണ്ട ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. 30 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വിടുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ രാഷ്ട്രീയ രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പദവികളിൽ സേവനമനുഷ്ഠിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഡൽഹി ആരോഗ്യമന്ത്രിയും 2 തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ആരോഗ്യമന്ത്രി. ഈ കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം തൻ്റെ കുറിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നു. പൊതുജനങ്ങൾക്കും നേതാക്കൾക്കുമെല്ലാം നന്ദി അറിയിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. താൻ ഇനി ലഹരിക്കെതിരായ പോരാട്ടം, ഒപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടവും തുടരും. തൻ്റെ ക്ലിനിക്ക് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം കുറിപ്പിൽ അവസാനിപ്പിക്കുന്നതെങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാനുള്ള തീരുമാനം BJPയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വിടാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുൻപായി തന്നെ അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം നടത്താമായിരുന്നു എന്നൊരു പശ്ചാത്തലമുണ്ട്. BJPയുടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഹർഷവർദ്ധന് സീറ്റില്ല എന്ന്, ചാന്ദിനി ചൗക്ക് മണ്ഡലത്തിൽ ഇത്തവണ സീറ്റില്ല എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് രാഷ്ട്രീയം വിടാനുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നിർണായകമാണ്. അദ്ദേഹം തൻ്റെ കുറിപ്പിൽ അത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അത് പ്രകടമാണ്. ഹാഷ്മി, ബലറാമാണ് അത്. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന തൊട്ടു മുന്നിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ ദീർഘനാളത്തെ അവിടുത്തെ നേതാവൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തന ജീവിതത്തിലൊക്കെ ഡൽഹിയിലെ ഒരു BJPയുടെ മുഖം എന്ന് തന്നെ പറയാവുന്ന ആളായിരുന്നു ഡോക്ടർ ഹർഷവർദ്ധൻ. അന്ന് പലയാവർത്തി പോവുകയും ബൈറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം കേന്ദ്രമന്ത്രിയൊക്കെയായി അങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം തൊട്ടു പിന്നാലെയുള്ള ആ വിരമിക്കൽ, രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ അതൃപ്തിയല്ല എന്ന് അദ്ദേഹം പോലും പറയുമെന്ന് തോന്നുന്നില്ല. ഇർഷാദ് പുൽവട്ട പറയുന്നു, മാധ്യമ ഇടപെടൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ അനിവാര്യമാണ്, അങ്ങനെയെങ്കിലും ഇതിനൊക്കെ അറുതി വരട്ടെ എന്ന് പറയുകയാണ്. ആശാബിന്നി, ആശ്മിക്ക് മക്കൾക്ക് ചോറ് കൊടുക്കുമായിരുന്നു, പനിയാണ് അവർക്കെന്ന് ആശ. അതുകൊണ്ട് പത്രച്ചേട്ടൻ പറഞ്ഞു ആശ പോയി. ആശ ഒന്നും പോകത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തി പ്രകടനം പറ്റ്നയിൽ RJDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൻവിശ്വാസ് മഹാറാലിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ്, SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി, CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വേദിയിൽ സന്നിഹിതരാണ്. അച്യുതൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അച്യുതൻ, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ സ്ട്രെങ്ത് തെളിയിക്കലിൻ്റെ വേദി കൂടിയാകുമോ അത്? തീർച്ചയായിട്ടും ഹാഷ്മി, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഈ ഒരു മഹാറാലിക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് ബീഹാറിൽ നിന്നായിരുന്നു. നിതീഷ് കുമാർ കൂറുമാറിയത് വലിയ തിരിച്ചടിക്കാണ് വഴിവെച്ചത്. പക്ഷേ അതേ മണ്ണിൽ തന്നെ ഒരു മറുപടി കൊടുക്കുക, അതിനായി എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാറാലിക്കാണ് ഇപ്പോൾ RJD ഈ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ ജൻവിശ്വാസ് മഹാറാലിയിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരും, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, അതുപോലെ തന്നെ CPI-ML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ തുടങ്ങിയ എല്ലാ മുൻനിര നേതാക്കളും ഈ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണിയുടെ യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി ഒരു പ്രചരണമാക്കി മുന്നോട്ട് കൊണ്ടുവരണം. ഐക്യം അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുവാൻ കൂടിയാണ് ഈ വേദി ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിന് RJD തന്നെ ഒരു മുൻകൈ ഇട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ റാലി. എന്തായാലും നിലവിലിപ്പോൾ ഈ റാലി ആരംഭിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് സംസാരിക്കുകയാണ്. പ്രധാനമായും JDUവിനെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളും ഈ റാലിയുടെ ഭാഗമായി ഉയരും. അതിനെല്ലാം പുറമെ തന്നെ ഏറ്റവും സുപ്രധാനമായി മാറുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും അതിന് പട്നയിൽ നിന്നാണ് തുടങ്ങാം. ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം ചേരുന്ന ഇടവും പട്നയാണ്.
അപ്പോൾ അവിടെ തന്നെയാണ് ഈ മഹാറാലിക്ക് ആദ്യമായാണ് ഇന്ത്യ മുന്നണി ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുൻപ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ്. മുഖ്യ പ്രചാരണം വിഷയങ്ങൾ കൂടി ഈ റാലിയിൽ ഉയരും. എന്തായാലും ഇതിനെല്ലാം ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ കൂടി ഈ റാലിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുകയാണ്. നിലവിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഇനി എല്ലാ തരത്തിലും പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് ഇറക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ തരത്തിലേക്കും അന്തിമഘട്ടത്തിലേക്ക് കൂടി ഇന്ത്യ മുന്നണിയും കടക്കുകയാണ്. ഹാഷ്മി. അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തിപ്രകടനം എന്ന് വിളിക്കാവുന്ന ഒരു റാലി നടക്കുന്നു പട്നയിൽ. തിരുവനന്തപുരത്ത് IT ജീവനക്കാരനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ടെക്നോ പാർക്കിലെ ഐക്കൺ കമ്പനിയിലെ ജീവനക്കാരൻ എറണാകുളം സ്വദേശി നിഖിൽ ആന്റണിയാണ് മരിച്ചത്. പോലീസ് പരിശോധനയിൽ ഹോട്ടൽ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. എറണാകുളം പുത്തൻവേലിക്കര ഇലന്തിക്കര സ്വദേശി നിഖിൽ ആന്റണി ടെക്നോ പാർക്കിലെ ഐക്കൺ കമ്പനിയിലെ ജീവനക്കാരനാണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടൽ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയത്. തലയിൽ പ്ലാസ്റ്റിക് കവറിട്ട് കഴുത്തിൽ വയറിംഗ് ടൈം മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം. കഴക്കൂട്ടം പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ രാത്രി നിഖിൽ പെൺസുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. പെൺസുഹൃത്താണ് പോലീസിൽ വിവരം അറിയിച്ചത്. 24 തിരുവനന്തപുരം. അലി മണ്ണാർക്കാട് എവിടെ നമ്മുടെ റീന സതീശൻ ചോദിക്കുന്നുണ്ട്. ഷെഫീർ മണ്ണാർക്കാട് മുകളിലുണ്ട്. ഷെഫീറെ അലിയൊന്ന് അന്വേഷിച്ച് പറ, ഇവിടെ ശരിയാകാം. അലി മണ്ണാർക്കാട് കണ്ട് കുറേ നാളായി. കേരള മീഡിയ അക്കാദമിയും PRDയും കേരള പത്രപ്രവർത്തക യൂണിയനും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള മീഡിയ കോൺക്ലേവ് അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന് ആവേശകരമായ തുടക്കം. കോൺക്ലേവിന്റെ 2ാം ദിവസം നടന്ന സെഷനിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പും മാധ്യമങ്ങളുമായിരുന്നു വിഷയം. ദേശീയ അന്തർദേശീയ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ചർച്ചകളും സംവാദങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു. 3 ദിവസങ്ങളിലായി കാക്കനാട്ടെ അക്കാദമി ആസ്ഥാനം മന്ദിരത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ഒരു ഉത്സവമാണ് എന്ന കാര്യത്തിൽ 2 പക്ഷം ഉണ്ടാകില്ല. അത് തീർച്ചയായിട്ടും ഈ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഒരു വലിയ ഉത്സവം തന്നെയാണ്. ഈ ഉത്സവകാലത്ത് പല ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ ഈ മാധ്യമങ്ങൾക്കുണ്ടാകും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അത് ഇടിഞ്ഞ് താഴോട്ട് വരട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം നമുക്ക് നോക്കിയാൽ പോരെ. ദേശീയ അന്തർദേശീയ ഇമ്പാക്റ്റുകൾ പരിശോധിക്കുന്ന വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും. മാത്രമല്ല കേരളത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാശിയേറിയ കരുത്തൻ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ നാട്ടിലെ വാർത്താ ചാനലുകളുടെ പോരാട്ടവും ചില്ലറയായിരിക്കില്ല, കനത്ത പോരാട്ടമായിരിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ബീച്ചിൽ നടന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന KSEB ഉദ്യോഗസ്ഥർ നയം തിരുത്തണമെന്ന് എളമരം കരീം ആവശ്യപ്പെട്ടു. മൂന്ന് ദിവസങ്ങളിലായി കോഴിക്കോടാണ് 14ാമത് COA സമ്മേളനം നടക്കുന്നത്. ആദ്യ ദിനം നടന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. KSEB ഉദ്യോഗസ്ഥർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലപാട് തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് മുന്നറിയിപ്പ്. ഈ സത്യാനന്തര കാലത്ത് സത്യത്തിന്റെ വായ മൂടിക്കെട്ടുകയും കോർപ്പറേറ്റ് താല്പര്യത്തിന് അനുകൂലമായ വിധത്തിൽ വാർത്തകൾ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബദലായി നിൽക്കുക എന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ്. അതിന് ധൈര്യം കാണിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന COA എന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങൾ കാണിച്ചതിന് വലിയ ധീരതയാണ്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടന്നു. 14 ജില്ലകളിലെ കലാസാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാരൂപങ്ങളും പ്ലോട്ടുകളും അകമ്പടിയേകി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ഹാളിൽ നടക്കും. 24 കോഴിക്കോട്. നമ്മുടെ പവിത്രൻ പറയണം. പവിത്രൻ പാതലെ പറ്റി 12 കൊല്ലമായി പറവകൾക്ക് വേണ്ടി വീട്ടുമുറ്റത്ത് വെള്ളം ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് പറവകളുടെ കുളിയും കുടിയും ഒക്കെ നടക്കട്ടെ, നല്ല കാര്യം. വേറൊരു പ്രേക്ഷകൻ അത് കണ്ടില്ല, ആശ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാനിവിടെ ഉണ്ട്, ജോലിയില്ല, മാഡമുണ്ട്, അവർ കാണാതെ മെസ്സേജ് അയക്കുകയാണ്, പക്ഷേ ആശ്മി വായിക്കുന്നില്ല എന്ന് പറയാണ്. പക്ഷേ അങ്ങനെ റിസ്ക് എടുത്ത് മെസ്സേജ് അയക്കണമെന്ന് ആലോചിക്കണം. ഞാൻ വായിച്ചെന്തായാലും. സ്പോർട്സ് വാർത്തകൾ. ലീഗ് ഫുട്ബോളിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഇറങ്ങും. കരുത്തരായ മുഹമ്മദൻസാണ് എതിരാളികൾ. രാത്രി 7-ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം.
17 കളികളിൽ 9 ജയവും 5 സമനിലയും 3 തോൽവിയുമായി 32 പോയിന്റോടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ആതിഥേയർ. 16 കളികളിൽ നിന്ന് 10 ജയവും 5 സമനിലയും 1 തോൽവിയുമായി 35 പോയിന്റോടെ 1-ാം സ്ഥാനത്താണ് മുഹമ്മദൻസ് SC. ജയം മാത്രം ലക്ഷ്യമിട്ട് ഇരു കൂട്ടരും ഇറങ്ങുമ്പോൾ EMS സ്റ്റേഡിയത്തിൽ തീപാറുമെന്നുറപ്പ്. ലീഗിലെ ടോപ്പ് സ്കോററായ ക്യാപ്റ്റൻ അലക്സ് സാഞ്ചസിലാണ് ഗോകുലം കേരള FCയുടെ പ്രതീക്ഷ. Yeah, it is a really good team. We draw there. We know that. I mean, it was a different game. The team is with a lot of confidence and be ready for the. I mean, we are ready for the game, so we'll try to do our best. എതിർഭാഗത്ത് സ്ട്രൈക്കർ എഡ്ഡി ഹെർണാണ്ടസിനൊപ്പം മലയാളി താരങ്ങളായ മുഹമ്മദ് ജാസിം, മുഹമ്മദ് ഇർഷാദ് എന്നിവരും മിന്നുന്ന ഫോമിലാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വിൻ ചെയ്യാനാണ്. 3 പോയിന്റ് കിട്ടണം. കാരണം ഞങ്ങൾക്ക് ക്രൂഷ്യലാണ് ഈ പോയിന്റ്സൊക്കെ. അപ്പോൾ ഞങ്ങളെ ബെസ്റ്റ് കൊടുക്കും. ലീഗിൽ മുമ്പ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 1-1 എന്ന സ്കോറിന് സമനിലയിലാണ് കലാശിച്ചിരുന്നത്. തുടർച്ചയായ 6 ജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കളിയിൽ നാംധാരി FCയോട് കീഴടങ്ങിയ GKFCയും കഴിഞ്ഞ 4 കളികളിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത മുഹമ്മദൻ SCയും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ഈ സീസണിൽ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല എന്നത് ഗോകുലം കേരള FCക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, 1.5 മണിക്കൂർ നീളുന്ന നമ്മുടെ വാർത്തായാത്ര, ഉച്ചവാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും.